പലരും ഇങ്ങനെ ആനയുടെ ഇതാണ് ആനവാൽ മോതിരം അല്ലേ? മോതിരം കെട്ടണത് ആനയുടെ എത്ര വലിയ നീട്ടമുള്ള നല്ല കട്ടിയൊക്കെ ഉണ്ട്. പലരും മോതിരമൊക്കെ നമ്മളെ ഇതുപോലെ മോതിരമൊക്കെ കെട്ടിയിട്ട് വരും. വലിയ ഐശ്വര്യാണെന്നൊക്കെ പറയാറുണ്ട് പലരും. ഐശ്വര്യാന്നൊക്കെ പറയും. ഇത് കൊഴിഞ്ഞ് താഴ്ചയാടുവോ? കൊഴിഞ്ഞാടും. അത് ഇങ്ങനെ വാലിങ്ങനെ അടിക്കുമ്പോൾ ചെങ്ങലയിൽ തട്ടിയിട്ടും അതിൽ കുടുങ്ങിയിട്ടൊക്കെ. അല്ലാതെ പലരും ഇത് അറിയാതെ പറിച്ചുകൊണ്ട് പോകാറില്ലേ? അതെ അതെ. അങ്ങനെ പറിച്ചുകൊണ്ട് പോയതാണ് ഇതൊക്കെ? അല്ലല്ല, ഇത് അങ്ങനെ പറിച്ചു കൊടുക്കാൻ നമ്മൾ അയക്കാറില്ല, പറിച്ചു കൊടുക്കാറില്ല. ഒരൊറ്റ കേസും കൂടെ ചോദിച്ചോട്ടെ. ആന ഇടയുമ്പോഴേ ഈ പാപ്പാമാര് അല്ലെങ്കിൽ പലരും ഇങ്ങനെ ആനയുടെ വാലുമ പിടിച്ചു വലിക്കുന്നതിനാ? അത് ആന ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണത്. വാലുമ പിടിച്ചു വലിച്ചു കഴിഞ്ഞാല് ആന നമ്മളൊന്നും ചെയ്യില്ല? അല്ല, അത് പെട്ടെന്നൊന്നും തിരിഞ്ഞ് വന്നാലും നമ്മളെ കിട്ടില്ലല്ലോ. ആനക്ക് കുതിര ചവിട്ടും പോലെ കാള ചവിട്ടും പോലെ ചവിട്ടാനൊന്നും അറിയില്ല. പറ്റും. ഈ കാലിങ്ങനെ പൊക്കി എങ്കിലും ഒരു എപ്പോഴും സേഫ്റ്റി ആനയുടെ ബാക്കിൽ വാലുമ പിടിക്കുന്നതാണ്. ഇതുപോലെ ഏതെങ്കിലും ആനയുടെ വാലുമ പിടിച്ചിട്ടുണ്ടോ? അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അല്ല നീ എടഞ്ഞപ്പ എടഞ്ഞപ്പോഴാ ഉള്ളതാണോ? ഉള്ളതാ. അങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിടിച്ച് നിർത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ പിടിച്ചു. അപ്പൊ തന്നെ കുറച്ചു നേരം എടഞ്ഞ കൊമ്പനെ തോട്ടി വെച്ച് നിർത്തിയിട്ടുണ്ടോ? ഇതുപോലെ ഇങ്ങനെ തോട്ടി കുത്തി നിർത്തിയിട്ടില്ല, ധൈര്യമായിട്ട് നിർത്തിയില്ല. ഇതെന്താ ഏലസാണത്? മന്ത്രിച്ച കെട്ടിയാണ്? ഇത് ശബരിമലയിൽ ശാസ്താവിന്റെ വാവരന്റെ ആ പള്ളിയിൽ പോയിപ്പോ ഇട്ടതാണ്. അതിലൊക്കെ നല്ല വിശ്വാസമാണ്. ആനപ്പണി എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. ആനക്ക് പന കെട്ടാൻ കയറിയിരിക്കണ പനയുടെ മുകളിൽ നമ്മുടെ പാപ്പാൻ കയറി ഇരിക്കുകയാണ്. ചില്ലറ പണിയൊന്നുമല്ല ആ കയറിയിരിക്കുന്നത്. എല്ലാ കൊമ്പുകളും ഇറക്കി തുടങ്ങി. ഇത് വീണ്ടും അടുത്ത കൊമ്പ് എടുത്തിടാൻ കേട്ടാ. ഏറ്റവും ബുദ്ധിമുട്ട് പിടിക്കാൻ അവിടെ വന്ന് ചിരിക്കണുണ്ട് ആള്. കൈയൊക്കെ വിട്ട് ഒരു ഇതുമില്ലെങ്കിലും കുറേ നാളത്തെ പരിചയമാണ് ആ ഇരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് വെട്ടിയിട്ട് ഇതുപോലെ മെടയും. ഇതുപോലെ മെടയിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇരിക്കാതെ സിമ്പിളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റാം. അല്ല പോയേക്കാം, വണ്ടിയിൽ കയറ്റാൻ കാണിച്ചു തരാം. ഈ പന എവിടെ നിന്നൊക്കെ കൊണ്ടുവരുക? നമ്മള് ഇവിടെ ഏരിയയിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടമാനം ഉണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് പോകണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇതുപോലത്തെ കൈക്ക് എത്ര കാശ് വരും? 5 റുപ്യ ഒക്കെ വരുന്നുണ്ട് ഇവിടെ. അതെ, 10 റുപ്യ ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എറണാകുളത്തൊക്കെ ആണെങ്കിലാ അവിടെയൊക്കെ 90 റുപ്യ 100 റുപ്യ 100 രൂപ ഒക്കെ ഉണ്ട്. ചെറുത് പണിയെടുക്കാൻ ഒട്ടും പിന്നിലല്ല, അടിപൊളി മനുഷ്യനാണ്. അത് കത്തിയൊക്കെ ഇരിക്കണ കണ്ടിട്ട് നമ്മൾ പേടിക്കണോ? അതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. കഴുത്തിലൊക്കെ ഉണ്ടല്ലേ അടിപൊളി മുത്തും മാലയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാണ് ആനക്കമ്പം തുടങ്ങിയത്? ആനപ്പാപ്പാനാവാൻ ഒരു ആഗ്രഹം നമുക്ക് തോന്നില്ല? ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്നു. അത് വീടിന്റെ കുറച്ചപ്പുറം ഒരു ആനയൊക്കെ ഉണ്ട്. അന്ന് മുതൽ തുടങ്ങി. അതെ അതെ. പൂർണ്ണമായിട്ട് ആദ്യമായിട്ട് ഏത് ഇതിന്റെ അടുത്ത് ആദ്യം ഫസ്റ്റ് പോണത്? അത് പഴയ ഭാരതി ബാലനാരായണൻ എന്ന് പറഞ്ഞൊരാന, ഇപ്പൊ പാണഞ്ചേരി ഉള്ള ഒരു കൊമ്പനാന. ഇതിൽ നിന്നേല് ഏറ്റവും പാവമായിട്ട് തോന്നിയിട്ടുള്ള ആന? പാവം ഇവള് തന്നെ. ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഒരാൾ പറഞ്ഞതുപോലെ തന്നെ പട്ടാളക്കാരനും ആനക്കാരനാണ്. കാരണം ഒരുപാട് പേരെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ആനയുടെ അടുത്ത് ഇതുപോലെ തോട്ടിയും പിടിച്ചിട്ട് ഇതുപോലെ സൈലന്റ് ആയിട്ട് 2-3 പേര് നിൽക്കുന്നത്. അവരുടെ ശ്രദ്ധ, അവരുടെ ഒരു നോട്ടം എല്ലാം ആനയുടെ ചെവിയിലും കണ്ണിലും ഒക്കെ, അതുപോലെ ചുറ്റും പോകുന്ന 100 കണക്കിന് ആളുകൾക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി അത്രമാത്രം ടെൻഷൻ അടിച്ചാണ് സൈലന്റ് ആയിട്ട് ഇതുപോലെ വടിയും കുത്തി പിടിച്ച് നിങ്ങൾ ആനയുടെ അടുത്ത് നിൽക്കാറില്ലേ? അപ്പം നമ്മൾ അവരെ ചെറുതായിട്ട് കാണരുത്. കാരണം അവരൊരു ശ്രദ്ധ പറ്റിയ ഒരു ഉത്സവം തന്നെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം തന്നെ കഷ്ടപ്പെട്ടത് ഇല്ലാതെയാവും. അപ്പം അത്രമാത്രം കഷ്ടപ്പെട്ട് ആണ് ഇവർ നിൽക്കുന്നത്. ആ സൈലന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ത്യാഗമാണ്. കാലി കെട്ടുന്ന സ്ഥലമില്ല, ബാക്ക് ഇവിടെ അവിടെ ഒരേ സ്ഥലത്ത് തന്നെ ആനകളെ കെട്ടിയാൽ ഇരണ്ടോ മൂത്രോ നിന്നിട്ട് ഇവിടെ ഈ വാതരോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. ഈ അടിഭാഗം അതാണിപ്പോൾ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ആനകൾ ചരിയുന്നത് വാതരോഗം പിടിപെട്ടിട്ടാണ്. വാതരോഗം അത് കിട്ടുന്ന സ്ഥലം വൃത്തിയായിട്ടില്ല. അതുകൊണ്ടാണ് വരുന്നത്. ഇതെന്താ സംഭവം? ആ രഹസ്യം പറയുവോ? പറയണം, ഞാൻ പോണേക്കായ പറയണം. എന്തായാലും ആനപ്പുറത്ത് കയറാമാണ്, മോട്ടിയുടെ പുറത്ത് കയറാമാണ്. ഓക്കെ, പിടിച്ചു. പിന്നെ ഇവളുടെ പുറത്ത് കയറിയില്ലെങ്കിൽ മലപ്പുറത്ത് വന്നിട്ട് ഇവളുടെ പുറത്ത് കയറിയില്ലെങ്കിൽ പിന്നെ എന്തൊരു സുഖമുണ്ട് അല്ലേ ചെറുതെ? ഈ ആനേനെ ഒരു പ്രത്യേകത കൂടെ അടുത്ത് കാണിച്ചു തരാം. ആനേനെ
താഴ്ത്തിരുന്ന് മാത്രമല്ല അറിയാവുന്ന പാപ്പാമാരാണ് ഇത് കാലുപയോഗിച്ചിട്ട് ഇതുപോലെ നടത്താൻ പറ്റും. തിരിക്കാനൊക്കെ പറ്റുമ്പില്ല ചെറുതെ? അതൊക്കെ ചെറുത് പഠിച്ചിട്ടുണ്ടാ? അതെങ്ങനെ തിരിക്കണേ? വലത്തോട്ട് തിരിക്കണേ എങ്ങനെയാ? വലത്തോട്ട് ഇരിക്കണ ഈ കാലിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം. ഫ്രണ്ടിലേക്ക് നടക്കണെങ്കിലാ ഒന്ന് ഫ്രണ്ടിലോട്ട് രണ്ട് കാലും ഇങ്ങനെ തട്ടി കൊടുക്കാം. ഇതുപോലെയല്ലേ? ആ തന്താൻ വരലുകൊണ്ട്. അപ്പൊ സ്റ്റോപ്പ് ചെയ്യണെങ്കിലാ? സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ ബാക്കോട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ ഈ കുതിര കെട്ടും പോലെ? അതെ അതെ. ആനയുടെ ശരിക്കും എവിടെ ഇരിക്കണ്ട ആശാനെ? കറക്റ്റ് ഇരിക്കുന്നല്ല ഇരിക്കുന്നത്. കുറച്ചുകൂടെ ഈ ഇരിക്കുന്ന സ്ഥാനം ഇങ്ങോട്ട് ഇവിടെ. ഇരിക്ക സ്ഥാനം ഇവിടെയല്ലേ? അതെ അതെ. ആശാനെ ഈ ആന എന്തിനാ മണ്ണ് വാരിയിരുന്നേ? മണ്ണ് വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാണ് ആനയ്ക്ക്, ശരീരം കൂളാവാൻ. കൂളാവാൻ വേണ്ടിയിട്ട്. ആന വേർത്ത് പോണത് എവിടെയാ ആശാനെ? വിയർപ്പെന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്. ഉള്ളിലാണ്. അത് പുറത്തേക്ക് പോകുന്നത് വലിച്ചെടുക്കണം. എത്ര കിലോമീറ്റർ നടക്കണം ശരിക്കും ആനക്ക് ഒരു ദഹനം കിട്ടണമെങ്കിൽ? ഒരു 4 കിലോമീറ്റർ, 4-8 ഒരു ദിവസം 4 കിലോമീറ്റർ നടക്കണം ആന. ഇത്താടെ അടുത്തേക്ക് പോകണ്ടില്ല, ഇത്താനെ പരിചയം ഉണ്ടെന്ന് തോന്നണേല ആനക്ക്. ഉണ്ടാ? അത് ശരിയാ, അതാണ് മോട്ടി നോക്കണത്. ആന അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുണ്ട്. വളരെ അപൂർവം മാത്രം കാണിക്കുന്ന സംഭവമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ. ബാഹുബലിയാണ്. ബാഹുബലി ആയിട്ടാണ് ആശ ഇന്ന് നമ്മളെ കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ചെറുതിനെ ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. ചെറുത് റെഡി ആയിട്ടുണ്ട്. അതിന് എല്ലാ ആനപ്പാപ്പന്മാരും അതിന് റെഡി ആവില്ല, ആന റെഡി ആവൂല. പക്ഷേ ഇവിടെ നമ്മൾ വിശ്വസിച്ച് അത് ചെയ്യാണ്. കണ്ടുട്ടാ കേറാൻ പോണ്. ഇവൻ ചില്ലറക്ക്, ഇവൻ ചെറുതല്ലാട്ടെ, ഇവന്റെ യഥാർത്ഥ പേര് വലുതാണ് നമ്മൾ വേണ്ടേ. അവൻ ബിഗ് ആണ് അല്ലേ ആശാനെ? ഇവന് ആരെ ചെറുതെന്നിട്ട് ഇവൻ അത്ര ചെറുതൊന്നുമല്ല, അത്ര കഴിവുള്ളവനാണ്. കൊടുത്തൊരു തമ്പോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആ കാമുകിയുടെ പേര് എന്താണെന്നുള്ളത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് വീഡിയോ കാണുമ്പോ ആ കാമുകി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആൾ സമ്മതിക്കാനുണ്ട്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് തരും, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോട്ടെ അല്ലേ, ഒരു കമന്റ് അടിച്ചോട്ടെ. ഇനി ചെറുതിനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറുതിന് വേണ്ടി ഒരു കമന്റ് വേണ്ടേ? ഞാനേ കാല് ഇവിടെ തട്ടുമ്പോ ആന പൊക്കണുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഇറങ്ങാം. അങ്ങനെയാണ് ആനപ്പുറത്തുനിന്ന് ഇറങ്ങണ്ടേ. എന്റെ അള്ളാ, ചെറുത് കേറിയ സ്ഥിതിക്ക് ഈ ബാഹുബലി ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ചെറുതെ ഒന്ന് അനുഗ്രഹിക്കടാ. ഈ 2 കാലും പിടിച്ചോ. കാതുമ്മ പിടിക്കും. ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഇവിടെ അപ്പുറം പിടിച്ചോ. എത്തല്ലോ. പിടിച്ചു. തിരിഞ്ഞ് എന്റെ പള്ളി. അപ്പൊ ബാഹുബലി സെറ്റാണ്. ഇനി ഞാനൊന്ന് ഇറങ്ങാൻ പോണ്, കാല് തട്ടാമാണ്. വാ, ശ്രദ്ധിച്ചോ. ദേ കാലിവിടെ തട്ടുമ്പോ ആന കാല് പൊക്കും. അപ്പൊ നമ്മൾ ഇതിലെ പിടിച്ച് ഇങ്ങനെ ഇറങ്ങും. അടിപൊളി. എന്റെ അനുഗ്രഹം നന്നായി. അപ്പൊ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ മോട്ടീനെ അടുത്ത് കാണാൻ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഉത്സവം പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, ക്ലബിന്റെ ആയിക്കോട്ടെ, ഇവള് വന്ന് നിന്നാ ഏതൊരു കൊമ്പനും സൈഡ് മാറും. എത്ര വർഷമായി ആന പാരമ്പര്യത്തിൽ ജീവിക്കും? ആന പാരമ്പര്യമായി നമ്മള് 5 തലമുറയായി. 5 തലമുറയായി. ഇപ്പൊ പുതിയൊരു തലമുറ അതിന്റെ പിന്നാലെ. മോനാവുമ്പോ 6ാമത്തെ തലമുറയാണ്. ഈ കാണുന്ന വാഹനമാണ്. ഇതേ കണ്ടല്ലേ, ഈ വാഹനത്തുമ്മ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 4 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഏതിൽ വിളിച്ചാലും നമ്പർ അല്ലേ. മക്കള് ഇതിന്റെ മെയിൻ ആളുകളാണ്. ഇന്ന് ഇവിടെ വന്നപ്പോ ഉണ്ടായില്ല. ഒരാളുള്ളൂ, ഒരാൾക്ക് സുഖമില്ല, ഒരാൾ ഇവിടെ ഇല്ല. ഇല്ല, ഒരാൾ ഹൈദരാബാദാണ്. എങ്കിലും വന്നപ്പോൾ നമുക്ക് കാണേണ്ടതാണ്. ഇനി ഒരിക്കലും വരുമേ നമുക്കിതിനെ എല്ലാവരും ഒരുമിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വന്നാൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നാട്ടിൽ വരും, നമ്മുടെ സുന്ദരി, നമ്മുടെ മോട്ടി എവിടെ വേണേൽ വരും.